സുഗമദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദൻ ഋഷിയെ കൊന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം ദേവികയാണെങ്കിൽ മുരളിയോടും ഗൗരിയോടും ഭാർഗവിയോടായിട്ട് പറയുന്നു. എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുകയാണ് മുരളിയും ഭാർഗവിയും ഗൗരിയും. അവരാണെങ്കിൽ ദേവികയെ ആശ്വസിപ്പിക്കാനായിട്ട് പുറകെ തന്നെ പോകുന്നുണ്ട്. ഈ സമയം മാധവനാവട്ടെ നന്ദനെ തനിക്ക് ഈ ഫോണിലൊന്ന് വിളിച്ചു തരുമോ, എനിക്ക് അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് രാധികയോട് ആവശ്യപ്പെടുമ്പോൾ രാധിക പറയുന്നുണ്ട്, ആരെയും വിളിക്കാൻ പോണ്ട, അത് ദേവിക മോൾക്ക് വിഷമാവും എന്നൊക്കെ പറയണം, നീ ഒന്ന് വിളിക്ക്, എനിക്കൊന്ന് സംസാരിക്കണം. അങ്ങനെ മാധവന്റെ നിർബന്ധത്തിന് നന്ദനെ ഫോണിൽ വിളിക്കുമ്പോൾ ഫോൺ ഓഫാണ്. എങ്കിൽ പിന്നെ പ്രഭാവതി മാഡത്തിന്റെ ഫോണിൽ വിളിച്ച് നന്ദന് കൊടുക്കാൻ പറഞ്ഞാൽ മതി. പ്രഭയുടെ ഫോണിലേക്ക് ഞാൻ വിളിക്കില്ല, അവരെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒന്ന് വന്നു പോലുമില്ല. അങ്ങനെ മാധവനാണെങ്കിൽ നീ അതൊന്നും ആലോചിക്കേണ്ട, നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പാടുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും നിർബന്ധിക്കുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ട് ശാരിക വരുന്നുണ്ട്. മാധവന്റെ നിർബന്ധത്തിന് വഴങ്ങി രാധികയാണെങ്കിൽ പ്രഭയെ വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ശാരിക വേഗം തന്നെ വന്ന് ഫോൺ തട്ടിപ്പറിക്കുകയാണ്. ആരെയും അമ്മ വിളിച്ചത്? ഞാൻ അപ്പുറത്ത് ചേച്ചിയെ. ഏത് ചേച്ചിയെ? ചന്ദ്രോത്ത് അമ്മയായിരിക്കുമല്ലേ? അങ്ങനെ നമ്പർ നോക്കുമ്പോൾ പ്രഭാവതിയാണ് വിളിച്ചിരിക്കുന്നത്. അവിടേക്ക് ആരും വിളിക്കണ്ട, നമ്മുടെ ചേച്ചിയെ കണ്ണീര് കുടിപ്പിച്ച വീടാണ്, ചേച്ചിക്ക് ഇഷ്ടമല്ല അത് ചെയ്യുന്നത്, അതുകൊണ്ട് ആരും വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരിക ദേഷ്യപ്പെടുമ്പോൾ നീ ബഹളമൊന്നും വെക്കണ്ട, അമ്മ ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചെന്ന് മാധവൻ പറയുന്നു. ആര് പറഞ്ഞിട്ടായാലും എന്തിന്റെ പേരിലായാലും ഇനി നന്ദേട്ടനെ വിളിക്കണ്ട, അത് ചേച്ചി ക്ലോസ് ചെയ്ത ചാപ്റ്റർ ആണെന്ന് പറയുമ്പോൾ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് നടക്കാം, ഞങ്ങളൊരു കോൾ ചെയ്യണമെങ്കിൽ നിന്റെ അനുവാദം ചോദിക്കണോ എന്നൊക്കെ രാധിക തിരിച്ചടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊന്നും നടന്നിട്ടില്ല, ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടേ ആരും എന്തിന്റെ പേരിലും ഇനി നന്ദേട്ടനെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് ഷാരിയാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഭാർഗവിയാണെങ്കിൽ ദേവിയോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് തീരുമാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു ഇതിന്റെ പേരിലായിരുന്നു എന്നോട് ദേഷ്യപ്പെട്ടതും പിണങ്ങി നടന്നതൊക്കെ, ഇസബലയും കെവിനുമായിരുന്നു അവനോടൊപ്പം ഈ സമയങ്ങളിലൊക്കെ കൂടെ നിന്നിരുന്നത്, ഒരുപക്ഷെ എന്നോട് കാണിച്ച ദേഷ്യമൊക്കെ സത്യം മറയ്ക്കാനായിരിക്കാം, ഇനി ഒന്നും തീരുമാനിക്കുന്നില്ല, ഹരിയങ്കിളുടെ അച്ഛൻ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, നിയമത്തിന്റെ വഴിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ ഭാർഗവി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നന്ദൻ ജയിലിലേക്ക് പോവുകയാണോ, അല്ലാതെ പിന്നെ മറ്റൊരു വഴിയില്ല. അങ്ങനെ മുരളിയാണെങ്കിൽ ദേവിക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട്, ഗൗരിയും. പിന്നീട് ഹരിയാണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിലേക്ക് വരികയാണ്. കോളിംബെൽ അടിക്കുന്നുണ്ട്. ഋഷിയാണെങ്കിൽ നല്ല ഉറക്കത്തിലും, അരുന്ധതിക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ്. ആരാണെന്നറിയാതെ അവർ ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. ഹരി കാണുമ്പോൾ തന്നെ ആകെ ഷോക്കാവുകയാണ്. ആ സാറോ, എന്നെ അറിയാമോ? അറിയാം, ജഡ്ജല്ലേ? അതെ. പിന്നെ എനിക്ക് അരുന്ധതിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് വീട്ടിൽ വെച്ചൊരു മീറ്റിംഗ് ഇല്ല, ഓഫീസിലേക്ക് വരാമോ എന്നിങ്ങനെ അരുന്ധതി ചോദിക്കുമ്പോൾ അതെ, ഓഫീസിൽ വന്ന് സംസാരിക്കേണ്ട കാര്യമല്ല, ഇത് കുറച്ച് പേഴ്സണൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഹരിവക്കീല് അരുന്ധതിയെ നിർബന്ധിക്കുന്നു. എങ്കിൽ പിന്നെ സാർ കയറി എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി വേഗം തന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ ഇരിക്കാൻ പറഞ്ഞ് ഋഷിയുടെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ സമയം ഹരിവക്കീലിന് എന്തൊക്കെയോ ചെറിയ ഡൗട്ടുകൾ തോന്നുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ ചെന്ന് ഋഷിയുടെ റൂം ലോക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ നന്ദനാണെങ്കിൽ ഒന്നും കഴിക്കാതെ കിടക്കുമ്പോൾ പ്രഭാവതി ചെന്ന് മോനെ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയുകയാണ്. എനിക്കൊന്നും വേണ്ടമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ പ്രഭാവതിയെ തിരിച്ചു വിടുന്നു. പ്രഭാവതിയെ രജനി വിളിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭയാണെങ്കിൽ ഫോൺ വെക്കുകയാണ്. എന്നിട്ട് സിദ്ധുവിനോട് പറയുന്നുണ്ട്, അവൾക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ട്. ഓ, അവൾക്ക് മാത്രമേ ടെൻഷനുള്ളൂ, ഇവിടെ മറ്റാർക്കും ടെൻഷൻ ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ദേഷ്യപ്പെടുന്നു. അല്ല, ഹരിയേട്ടനിപ്പോൾ അരുന്ധതിയുടെ വീട്ടിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല, എന്തായാലും നന്ദൻ കുറ്റം സമ്മതിച്ചു, ഇനി നമ്മുടെ മോനെ രക്ഷിക്കാനല്ലേ നോക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദേ, അമ്മമാർക്ക് മാത്രമല്ല അച്ഛന്മാർക്കും മക്കളോട് സ്നേഹമുണ്ട്, പിന്നെ നിന്റെ മകൻ ചെയ്തു വെച്ചിരിക്കുന്നതേ രക്ഷിക്കാൻ മാത്രമുള്ള കുറ്റമല്ല, ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നിയമത്തിന് മുന്നിൽ പെട്ടെന്നൊന്നും രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല പ്രഭാവതി എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ദേഷ്യപ്പെടുന്നു. പിന്നീട് അയാൾ വേഗം തന്നെ ദേവിയെ വിളിക്കുകയാണ്. മോളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹരിയങ്കൾ വിളിച്ചോ എന്ന് ദേവി ചോദിക്കുമ്പോൾ ഇല്ല മോളെ, വിളിച്ചിട്ടില്ല. ശരി അച്ഛാ, ഞാനിപ്പോൾ എത്താമെന്ന് പറഞ്ഞ് ദേവി ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്, നന്ദനെ ജയിലിലേക്ക് അയക്കുമെന്നാണോ എന്നിങ്ങനെ പ്രഭാവതി ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, എന്തായാലും തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ഒഴിഞ്ഞു മാറുന്നു. പിന്നീട് ഹരിയാണെങ്കിൽ അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ദിവസം പുറത്തായിരുന്നു മകൻ്റെ കൂടെ, പിന്നെ ചന്ദ്രത്ത് പോയപ്പോഴാണ് അറിഞ്ഞത് അരുന്ധതിയുടെ മോനെ കാണാനില്ലെന്ന്. അരുന്ധതി അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയെന്നൊക്കെ അറിഞ്ഞു. അല്ല, ഇപ്പം അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ? MLA ഒക്കെ ഇടപെട്ടെന്ന് അറിഞ്ഞു. എന്തു പറ്റി? അന്വേഷണം ഇപ്പോൾ മന്ദഗതിയിലാണല്ലോ, അത് പിന്നെ അന്വേഷണം തടയാൻ ഉള്ള ആളുകൾ ചന്ദ്രത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല, അവിടെ എല്ലാവരും അരുന്ധതിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്.
അങ്ങനെ അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, ഋഷി അരുന്ധതിയെ പറ്റിക്കാനായിട്ട് മാറി നിൽക്കുന്നതാണോ അതോ അരുന്ധതിക്ക് എന്താ തോന്നുന്നത്? അറിയില്ല സാർ, എങ്കിൽ പിന്നെ മുകളിലേക്ക് പോയിക്കൂടെ, അന്വേഷണം ദൃഢമാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അരുന്ധതിയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ടു പോവുകയാണ്. എന്തായാലും അരുന്ധതി പേടിക്കണ്ട, ഈ കേസിൽ ഞാൻ ഇടപെട്ടോട്ടെ എന്നിങ്ങനെ അനുവാദം ചോദിക്കുമ്പോൾ ഇടപെട്ടോ സാറേ, കുഴപ്പമില്ല. അങ്ങനെ എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് തന്നെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഹരിവക്കീൽ അവിടെ നിന്ന് പോകുന്നു. എന്തായാലും അരുന്ധതിക്കാണെങ്കിൽ സമാധാനമാവുകയാണ്. പിന്നീട് ഇസബല്ലയാണെങ്കിൽ ഐസക്കിനോട് പറയുന്നുണ്ട്, പാപ്പ ഈ കേസ് എനിക്ക് ഏത് കൂടെയൊക്കെയോ പോകുന്നത് പോലെ തോന്നുന്നു, നമുക്കെതിരെ തന്നെ കുത്തുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്ന് പറഞ്ഞ് ഇസബല്ലയാണെങ്കിൽ ആകെ വല്ലാത്തൊരു ഭയത്തോടു കൂടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.